പ്രഭ, ഈ ഉണർവ് ഒരു ട്രസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? എന്താ ട്രസ്റ്റിൻ്റെ പേരെന്താണ്? ഉണർവ് അസിസ്റ്റഡ് ലിവിംഗ് ഡേ കെയർ ഹോം ആൻഡ് ചാറ്റ്. നേരത്തെ തന്നെ ഉണർവ് തന്നെ ആയിരുന്നു പേര്? അതെ, ആദ്യമേ അങ്ങനെ. ഞാൻ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിന്റെ ശേഷം ഉണർവ് എന്നുള്ള ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രഭാന്റെ പൊസിഷൻ ഈ ട്രസ്റ്റിൽ എന്താണ്? ഞാനിതിൽ മാനേജിംഗ് ട്രസ്റ്റ്. നിങ്ങൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായി. പക്ഷേ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അല്ല, അപ്പോൾ അത് ഈ 7 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഞാൻ കുട്ടികളായിട്ടും മറ്റേ ടീച്ചേഴ്സിനായിട്ടും ജീവനക്കാരൊക്കെ ആയിട്ട് നമ്മൾ സംവദിച്ചു, നമ്മൾ കണ്ടു. കുട്ടികളുടെ ആക്ടിവിറ്റീസും അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞു. ഇപ്പോൾ എത്ര പിള്ളേരുണ്ട് ഇവിടെ? 46 പിള്ളേരുണ്ട്. 46. നന്നായി കുട്ടികളെന്നല്ല, ഒരു കുറച്ചൊരു മുതിർന്നവരാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് അല്ലേ? 18 ഇയേഴ്സ് അബവ്. കുട്ടികളായിട്ടുള്ളത് 3 പേരെ ഇപ്പോൾ ഉള്ളൂ, 18 വയസ്സിന് താഴെ. ബാക്കി എല്ലാവരും പക്ഷേ പ്രായം കൊണ്ട് അവർ കുട്ടികളല്ലാത്തവരുള്ളൂ. അല്ല, മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുട്ടികളെക്കാളും ഇതാണല്ലോ അവരുടെ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പ്രഭ വരാൻ എന്തായിരുന്നു കാരണം? എനിക്കൊരു മോനുണ്ട്, ഭിന്നശേഷിയുള്ള ഡൗൺ സിൻഡ്രോം ആയിട്ടൊരു 23 വയസ്സുള്ളൊരു മോനുണ്ട്. ഈ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവനെ ഞാൻ ആദ്യം അറ്റ് പ്രസൻറ്റ് ഡെലിവറി കഴിഞ്ഞ വഴി തന്നെ ഡൗൺ സിൻഡ്രോം ബേബിയാണെന്ന് അറിയായിരുന്നു. ഞാനൊരു നേഴ്സായിരുന്നു, അതുകൊണ്ട് സിസേറിയൻ ടേബിളിൽ തന്നെ ഡൗൺ സിൻഡ്രോം ബേബി എന്ന് അറിഞ്ഞ അമ്മയാണ്. അല്ലാതെ പ്രയാസം തോന്നിയോ? ഫീൽഡിലായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയായിരുന്നു. അപ്പോൾ ആ ഫീൽഡ് അന്ന് തന്നെ ഞാൻ ഡൗൺ സിൻഡ്രോം ബേബി എന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി, എന്നാലും നമുക്കറിയാം അവന് എത്തിപ്പെടാൻ എത്ര കൊണ്ട് കഴിയുമെന്നുള്ളത്. പിന്നെ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ തെറാപ്പി ഷൊർണൂർ ഐക്കോൺസിൽ തെറാപ്പി എടുത്തിരുന്നു. ഒരു 6 വയസ്സ് വരെ ഷൊർണൂർ ഐക്കോൺസ് കൊണ്ടുപോയി തെറാപ്പി, സ്പീച്ച്, സൈക്കോളജി, OT, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് തെറാപ്പി എടുത്തു. നേഴ്സായിട്ട് എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ അൽഷിഫയിൽ ഉണ്ടായിരുന്നു, തിരൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താണോ? അല്ല, റിസൈൻ ചെയ്തതാണ്. ജോലി മോനെ നോക്കാൻ വേണ്ടിയിട്ട് റിസൈൻ ചെയ്തതാണ്. മോന് താഴെ ഒരാളും കൂടി ഉണ്ട്, അവൻ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ കോഴ്സിന് പഠിക്കുകയാണ്. ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫീൽഡാണത്. അതെ അതെ. ഈ ഇങ്ങനത്തെ കുട്ടികളുടെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അതാണ് കോഴ്സിന്റെ മെയിൻ സംഗതി. അതാണ് നന്നായി. എന്തായാലും മോനെ അത് പഠിപ്പിച്ചെടുക്കുന്നത്. അതെ അതെ, കാരണം ഇത് ഭാവിയിൽ അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിലുള്ള ഒരു പ്രയാസമുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് ട്രസ്റ്റിൽ? ഇപ്പോൾ ട്രസ്റ്റിൽ 7 പേരുണ്ട്. ഇപ്പോൾ 9 പേര് ചേർന്നാ തുടങ്ങിയത്. 2 പേര് സാഹചര്യം കൊണ്ട് നിന്ന് ഒഴിവായി, അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട്. പിന്നെ 7 അമ്മമാർ തന്നെയാണ് ട്രസ്റ്റ്. ഈ 7 അമ്മമാർക്കും അവരുടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. 7 അമ്മമാരുടെയും കുട്ടികൾ ഇവിടെ. അപ്പോൾ 7 അമ്മമാരും എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ടോ? ഇല്ല, അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ വരെ അങ്ങനെ വരുള്ളൂ. എല്ലാ ദിവസവും എല്ലാവരും ഉണ്ടാവില്ല. ഈ പ്രവർത്തനങ്ങൾക്ക് കംപ്ലീറ്റ് മേൽനോട്ടം വലിക്കുന്ന പ്രഭ തന്നെയാണ് അല്ലേ? ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ അവര് മാറി മാറി വരും. ഹസ്ബൻഡ് അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്ത സാറ് പാലക്കാട് ITT സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർവശിക്ഷാബേന്റെ SSAയുടെ പ്രൊജക്ട് ഓഫീസറായിരുന്നു. അങ്ങനെയാണ് സാറ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നല്ല സപ്പോർട്ടാണ്. എങ്ങനെയാ നമ്മൾ സാധാരണ കുട്ടികളുടെ അടുത്ത് ഫീസ് എന്തെങ്കിലും മേടിക്കുമോ? നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയുടെ നിന്ന് നമ്മൾ ഫീസ് ഒരു പൈസ പോലും വാങ്ങുന്നില്ല. ഒരുപാട് ആളുകൾ നമുക്ക് 500 രൂപ മുതൽ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ കഴിയണേന്ന് ചോദിച്ചാൽ കറക്റ്റ് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ചില സമയത്ത് നമുക്ക് സത്യമായിട്ടും കാരണം നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടായി അത് ചെയ്യാൻ എന്താ ചെയ്യുക, എങ്ങനെ അത് കണ്ടെത്താന്ന് എവിടുന്നെങ്കിലും നമുക്കത് സാധിക്കാൻ ഒരു വക നമുക്ക് എത്തിപ്പെടാറുണ്ട്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം നന്നായിട്ട് ഉണർവിനുണ്ട് എന്നുള്ളത് നല്ല വിശ്വാസം. ടീച്ചേഴ്സ് വളണ്ടറി സർവീസ് ആണോ അതോ അല്ലെങ്കിൽ പെയ്ഡ് സർവീസ് ആണോ? അല്ല, ടീച്ചേഴ്സിന് സാലറി ഉണ്ട്. ടീച്ചേഴ്സ് സാലറിയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് സാലറി. ആ അമ്മയുടെ കുട്ടി ഇവിടെ ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു അമ്മയാണ്, അവർ സാലറിക്കാണ്. ഇതിന്റെ വാടകയുണ്ട്. അതെല്ലാതും നമ്മൾ കണ്ടെത്തണം. ആദ്യമൊക്കെ 50,000 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം ഓടിയായിരുന്നു. ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഓടിക്കാൻ ബുദ്ധിമുട്ട്. പ്രതീക്ഷ മുഴുവൻ നന്മയുള്ള മനസ്സുകളാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഒരുപാട് ആളുകൾ ഇനിയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആജീവനാന്ത അവർക്ക് കിടക്കാൻ ഒരിടം, കഴിക്കാൻ ഭക്ഷണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ ട്രസ്റ്റ് പോകുന്നത്. കുട്ടികളുടെ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ തന്നെ അതാണല്ലോ. അതെ, എനിക്ക് ശേഷം എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം. കാരണം ഏതൊരു രക്ഷിതാവിനും ഉണ്ട്, ആ രക്ഷിതാവിന്റെ കാലശേഷം അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി അച്ഛൻ കഴിഞ്ഞാൽ ആര് നോക്കും? ആ അച്ഛൻ്റെ കാലം കഴിയണവരെ അച്ഛൻ നോക്കും. അത് കഴിഞ്ഞ് അച്ഛൻ പോയി അമ്മ ഉണ്ടാവും. അമ്മയുടെയും കാലം കഴിഞ്ഞാൽ ആര്?
ഇപ്പോൾ സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരൻ്റെ ഭാര്യ സമ്മതിക്കണം എന്നില്ല, സഹോദരിയാണെങ്കിൽ സഹോദരൻ്റെ ഭർത്താവ് സമ്മതിക്കണം എന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ അനാഥപ്പെട്ടു പോവാണ്. അപ്പോൾ അങ്ങനെ അത് ഓരോ രക്ഷിതാവിൻ്റെ ഒരു ടെൻഷനാണ് എങ്ങനെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നോണം ഉണർവിന് മാറണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ആവുമ്പോൾ നിങ്ങളൊരു എന്താണ് അത് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഒരു പരിഹാരം എന്ന് പറയുന്നത് അവരെ റീഹാബിലിറ്റി ചെയ്യാനുള്ളൊരു അതെ, നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളൊരു 30 സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ പുതിയ ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി കെട്ടിടമൊക്കെ ആയി. അതെ, സ്വന്തമായിട്ട് സ്പോൺസേഴ്സ് മുഖേന നമുക്ക് 30 സെൻറ്റ് സ്ഥലം നമ്മുടെ പെരിന്തൽമണ്ണുള്ള സീന എന്ന് പറഞ്ഞൊരു കൗൺസിലറുണ്ട്. കൗൺസിലറുടെ അതെ അതെ സീനയുടെ കെയർ ഓഫിൽ നമുക്ക് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കാന്തിഭായ് പിൻഡോറിയ അവരുടെ ഫാമിലിയും കൂടിയാണ് നമുക്ക് 30 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ 12 ലക്ഷം രൂപ തന്നത്. പിന്നെ അതിലേക്ക് 6 ലക്ഷം രൂപ 18 ലക്ഷം രൂപയായി സ്ഥലത്തിന്. അപ്പോൾ ആ 6 ലക്ഷം രൂപ തന്നത് ചെർപ്പശ്ശേരിയിലുള്ള ഒരു ഇസ ഗ്രൂപ്പാണ്. അങ്ങനെ 18 ലക്ഷം രൂപയ്ക്ക് നമ്മൾ സ്ഥലം വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ബിൽഡിംഗ് പണിയാനും ഈ കാന്തിഭായ് പിൻഡോറിയുടെ ഫാമിലി തന്നെയാണ് 25 ലക്ഷം രൂപ തന്നത്. ബാക്കി പൈസ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ സ്കൂൾ ഗ്രൂപ്പ് സ്വന്തമായി കെട്ടിടായി വാടക കൊടുക്കാന്നുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. അതെ, പിന്നെ അതെ ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷനുകളെല്ലാം CSR രജിസ്ട്രേഷനും അക്കൗണ്ട് ഓഡിറ്റബിളാക്കി ATG വരെ നമ്മൾ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് CSR രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അപേക്ഷ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കൊടുത്തു. അത് ശ്രീധരൻ സാർ മുഖേനയാണ് കൊടുത്തത്. സാർ മുഖേന കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫണ്ട് നമുക്ക് പാസ്സായി. അതിൻ്റെ ബിൽഡിംഗ് പണി ഇപ്പോൾ പൂർത്തീകരിക്കും. ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാനാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ബിൽഡിങ്ങിൽ വരുന്നതോട് കൂടിയിട്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ട് അങ്ങനെ നമുക്ക് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ബിൽഡിങ് സ്കൂൾ ബിൽഡിംഗ് ആണ്. ഈ രണ്ടാമത് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അടുത്ത ബിൽഡിംഗ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ താമസിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പം തൽക്കാലം നമ്മൾ റെസിഡൻഷ്യൽ ആരംഭിക്കില്ല, കാരണം എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ പെട്ടെന്നൊരു തള്ളിച്ച വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി നമുക്ക് അവിടെ ഒരു പിക്കപ്പ് ചെയ്യണം. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇനിയും കൊടുക്കാൻ കിടക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റുപാട് ഒരു 2 ഏക്കറോളം സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ യൂസഫ് അലി സാറിനൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MA യൂസഫ് അലി സാറിനൊരു റിക്വസ്റ്റ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം ഏറ്റെടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ കുട്ടികൾക്കുള്ള കെട്ടിടങ്ങളും അതിൽ ഇവർക്ക് കഴിയാനുള്ള പച്ചക്കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കളിസ്ഥലങ്ങളോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു നല്ലൊരു ഫ്ലോട്ടാക്കി മാറ്റാമെന്നുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് കിട്ടിയാലേ കുറച്ചും കൂടി മുമ്പിലേക്ക് അതുമാതിരി ഇവർക്ക് നല്ല തൊഴിൽ ചെയ്ത് കഴിയണം. അവിടെ അതിന് പറ്റുന്ന തൊഴിൽ സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കണം. അതെ 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 എന്നും നമുക്ക് നല്ല ആളുകളുടെ നിന്നുള്ള ഫണ്ട് കിട്ടി പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ളതും കൂടി നമ്മളൊരു നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിലുകൾ അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഒരവസരം നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഓരോ ദിവസവും രാവിലെ ആകുമ്പോഴേ ടെൻഷൻ ഉണ്ടാവും. വലിയ ടെൻഷനൊന്നുമില്ല. എങ്ങനെ മുന്നോട്ട് പോകും നാളെ കുട്ടികളുമായിട്ട് ഞാൻ രാവിലെ അതിനെക്കുറിച്ച് തലേ ദിവസം ചിന്തിക്കും നാളെ എന്ത് ചെയ്യുന്നത്. കാരണം തലേ ദിവസം തന്നെ ഞാൻ അതിന് നാളെ ഇന്ന ഫുഡുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, നാളെ കുറിച്ച് സ്പോൺസർ ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് എല്ലാ കൊടുക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് ഇവിടെ കൊടുക്കാറുള്ളൂ. സ്വീറ്റ്സ്, കേക്ക്, ജിലേബി, ക്രീമുള്ള കേക്ക്, ജിലേബി, ലഡു അതൊന്നും കൊടുക്കൂല. ആരോഗ്യ പ്രശ്നങ്ങളാണോ? അല്ല, അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് നന്നല്ല. ശാരീരികമായിട്ട് അവർ കുറച്ചൊക്കെ തടിയുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ കണ്ടത് ഈ കുട്ടികളൊക്കെ പൊതുവേ വളരെ ഫാറ്റിയാണ് അവരെല്ലാവരും. കുറച്ച് പേരൊക്കെ നല്ല തടിയാണ്. അത് ഇപ്പോൾ നമ്മൾ കണ്ട കുട്ടി അവനൊക്കെ സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ നന്നായിട്ട് ഫുഡൊക്കെ ആദ്യം കഴിച്ചിരുന്ന കുട്ടികളാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യില്ല. അവന് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ മറ്റു കുട്ടികളെ പോലെ എക്സസൈസും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ്റെ തടി കുറയാത്തത്. മറ്റേ കുറേ പിള്ളേരൊക്കെ നന്നായിട്ട് തടി വാർന്നു. നല്ല വ്യത്യാസമുണ്ട് കുട്ടികൾക്ക്. കുട്ടികളെ സംസാരശേഷിയും അതേപോലെ നന്നായി ആക്റ്റീവായി കുട്ടികൾ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ വരണ സമയത്ത്. നമ്മൾ ഇന്നിപ്പോൾ സാറ് കണ്ട കുട്ടികളൊന്നും ആയിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികളെ എനിക്ക് എവിടെയും കൊണ്ടുപോകാം ധൈര്യമായിട്ട്. തീർച്ചയായിട്ടും പാരന്റും ഇല്ലാതെ നമുക്ക് ആ കുട്ടികളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ എനിക്കിപ്പോൾ ധൈര്യമുണ്ട്. കാരണം ഒന്നിച്ചിരിക്കുമ്പോൾ പരസ്പരം വികൃതി കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ പരസ്പരം ഒരു സ്നേഹത്തിൽ തന്നെയാണ്. അവരെന്തെങ്കിലും ചെയ്താലും നമ്മളോട് പറയും, മറ്റുള്ളവർ ഇന്നാളെ ചെയ്തു എന്നുള്ള ആ രീതിയിലൊക്കെ പറയും.
അത് ചില കുട്ടികളൊക്കെ വളരെ എപ്പോഴും വളരെ ഭംഗിയായി ചിരിക്കുന്നുണ്ടോ കുട്ടികൾ, നല്ല മനസ്സറിഞ്ഞ് തീർച്ചയായിട്ടും അവർ നിഷ്കളങ്കരാണ് സാർ. കാരണം അവർക്ക് അറിയില്ല കപടത എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ നിഷ്കളങ്കരായ കുട്ടികളാണ്. അവരെന്ത് പറഞ്ഞാലും ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തിന് നമുക്ക് മറുത്തൊന്നും കൊടുക്കാനില്ല. അത്രയും സ്നേഹമാണ് എവിടെ കണ്ടാലും. എന്താണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലേ സ്കൂളിലൊക്കെ ചെന്ന് പരീക്ഷ ഒക്കെ എഴുതിയിട്ട്? നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്ക്രൈബുകളാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷയ്ക്ക് പോണ കുട്ടികളുണ്ട്. പക്ഷെ അവിടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സ്ക്രൈബാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി കൊണ്ട് സ്ക്രൈബ് പറ്റുള്ളൂ. അപ്പോൾ ആ സ്ക്രൈബ് പരീക്ഷ എഴുതിയിട്ട് ഫുൾ A+ ആ എഴുതുന്ന സ്ക്രൈബിൻ്റെ ഇതിനനുസരിച്ചിരിക്കും കുട്ടികൾ നല്ല മാർക്കിൽ പാസ്സാവും. പക്ഷെ അങ്ങനെ വരണ കുട്ടി നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒന്നും എഴുതാനും വായിക്കാനും അറിയാത്തൊരു കുട്ടിയായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ കുറച്ചൊക്കെ എഴുതാനും വായിക്കാനും അറിയണ കുട്ടിയാവും. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു അവസരം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലില്ല. അതാണ് നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന 2 കുട്ടികളെ ഞാൻ കണ്ടു. പക്ഷെ അവർക്ക് പഠിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് പറയാനുണ്ട്. അതിനോട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല. അതെ. കാരണം നമ്മൾ പാരൻസ് പറയാതെയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് സംവരണം വന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് സ്കൂളുകളിൽ എവിടെയെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ ജോലി സംവരണം വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളെ കൊണ്ട് ചെന്നാലും ജോലിക്ക് ഇപ്പോൾ നമ്മൾ സാറ് കണ്ടിട്ടുണ്ടാവും. അതിൽ ആ ടീച്ചറുടെ മോന് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയ കുട്ടിയാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസിലുള്ള സ്റ്റാഫുകൾ അവനെ അഡ്ജസ്റ്റ് ചെയ്യണില്ല. അവനൊരു ഓട്ടിസം കുട്ടിയാണ്. അവൻ ആ പോസ്റ്റ് ഓഫീസിൽ അവന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ ടീച്ചർ ഒപ്പിട്ടിട്ടില്ല, അവരുടെ അമ്മ ഒപ്പിട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാൻ അവിടെ മറ്റുള്ള ജോലിക്കാർ. അവൻ രാവിലെ പിന്നെ ED കാരിയർ നമ്മുടെ ഈ സാധനം രാവിലെ പോസ്റ്റ് വരും, അതെടുക്കണം, സീല് വെക്കണം, സോർട്ട് ചെയ്ത് ആ സീല് വെച്ച് അത് കഴിഞ്ഞ് അത് എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിലെ മറ്റ് ജീവനക്കാരെ കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാത്തത്? അവർക്ക് അവർ സാറിന് ഇഷ്ടം പോലെ ജോലി ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. ഓഫീസ് സ്റ്റാഫ് അല്ല, മറ്റുള്ളവർക്ക് ഇഷ്ടംപോലെ വർക്കുണ്ട്. അപ്പോൾ ഇവനെ ശ്രദ്ധിക്കാൻ അവർക്ക് ഒഴിവില്ല. പിന്നെ അതേമാതിരി തന്നെ അവരുടെ ഒരു ടീച്ചറുണ്ട്, ടീച്ചറല്ല, അവിടെ ഒരു അസിസ്റ്റൻ്റ് ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവൻ്റെ ശമ്പളം മുഴുവനും കിട്ടിയാലും അവരവിടെ നിൽക്കുകയുള്ളൂ. കാരണം ഇവനാകെ 15,000 രൂപ കിട്ടുക. ആ 15,000 രൂപ അവർക്ക് കൊടുത്തിട്ട് ഇവനവിടെ വെറുതെ അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ കുട്ടികൾ പറ്റില്ല. അവരുടെ കുട്ടികൾ ആക്റ്റീവ് ആവണം നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ ആക്റ്റീവാക്കി പറഞ്ഞ് ചെയ്യിക്കണം. ഒരു 2-3 മാസമെങ്കിലും ആ ട്രെയിനിങ് കൊടുത്താലേ ആ കുട്ടികളെ അതിലേക്ക് ചെന്നുവിടുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരിക്കലും അതിലേക്ക് ചെല്ലുക. നമ്മളൊരു സ്ഥലം മാറിപ്പോയാലും അവർക്ക് ആ സ്ഥലം അപരിചിതമാണ്. അത് കുറച്ച് ദിവസം പോകുമ്പോൾ അവർ കാണാതെ പഠിക്കും. അതേപോലെ ഒരു ജോലിക്ക് കയറുമ്പോൾ ആ ജോലിയിൽ നന്നായി ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരതിലേക്ക് മാറും. അവർ കുറേ വർക്ക് ഒന്നിച്ചു കൊടുക്കരുത്, ഓരോന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അവരോട് ഭയങ്കര വിഷമം തോന്നി. ടീച്ചർ വേണ്ട, ഞാൻ പോകണില്ല, ചെയ്യണില്ല പറഞ്ഞവർ ജോലി വേണ്ടാന്ന് എഴുതി കൊടുത്തു. കാരണം അവിടുത്തെ സ്ഥാപനത്തിലെ ഒരു മേലുദ്യോഗസ്ഥനൊന്നും അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ കുട്ടിക്കൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫറാണ് അത് വന്നത്. അവനൊരു ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നതാണ്. അവർ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ടീച്ചറുടെ മനസ്സുകൊണ്ട് അവന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവനെ വിടും. എന്തൊക്കെയാണ് ഉണർവിൻ്റെ ഭാവി പരിപാടികൾ? ഇപ്പം നമുക്ക് ഈ ഫെബ്രുവരിയിലേക്ക് നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനം ഒരു സ്കൂളായി. അതിലേക്ക് ഇനി നമുക്ക് കുട്ടികൾക്ക് വെക്കേഷന് കാര്യമൊന്നുമില്ല, എല്ലാ 365 ഡേയ്സ് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ശനി ഞായറില്ല, ബാക്കി എല്ലാ ദിവസവും വർക്ക്. ഈ ചുമന്ന അക്ഷരങ്ങളെ വരുന്ന ദിവസങ്ങളൊന്നും ഞാൻ അവധി ഇടാറില്ല അധികം. അതൊക്കെ വർക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിട്ട് ഇവിടെ എത്തുന്നതാണ്. പിന്നെ ആഘോഷങ്ങളൊക്കെ എല്ലാവർക്കും ടീച്ചേഴ്സിനും അമ്മമാർക്കും ഒക്കെ അങ്ങനെ വരുവാണെങ്കിൽ ഒരു ലീവ് കൊടുക്കും. അല്ലാത്ത അവർ ആഘോഷിക്കേണ്ടാത്ത ചുമന്ന അക്ഷരങ്ങൾക്കൊന്നും അവധി ഇടാറില്ല. പിന്നെ ശനി ഞായറും അവധി ഇട്ട് കൊടുക്കും. ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് പിന്നെ വരാറുള്ളൂ. കുട്ടികളായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തോ? നമ്മളെല്ലാവരും ഒരു വർഷം അവര് ടൂറിന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. 2-3 പ്രാവശ്യമൊക്കെ ഒരു വർഷത്തിൽ ടൂറൊക്കെ പോയാൽ നന്നായി എൻജോയ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ ഇവിടേക്കാ പോയത്, കടലുണ്ടി. അങ്ങനെ വന്നു. പിന്നെ അവിടെ കടലിലൊക്കെ പോയി അങ്ങനെ വന്നു. പിന്നെ ബാംഗ്ലൂർ ടൂർ കൊണ്ടുപോയി. രാവിലെ ഇവിടുന്ന് ബൈ ഫ്ലൈറ്റ് ഇവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾ കൊച്ചിക്ക് ബസ്സിന് കൊണ്ടുപോയി. അവിടുന്ന് ഫ്ലൈറ്റിൽ പോയി തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ വന്നു. അപ്പോൾ 2 അനുഭവമായില്ലേ. ട്രെയിനായി, ബസ്സായി, ഫ്ലൈറ്റായി. ട്രെയിനും ഫ്ലൈറ്റും കയറാത്ത രക്ഷിതാക്കളുണ്ട്. ഈ കുട്ടികളെ വെച്ച് എങ്ങോട്ടും പോകാത്ത രക്ഷിതാക്കളുണ്ട്. അപ്പോൾ ആ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും
അവർക്ക് അതൊക്കെ ഒരു ആ കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നമില്ല ഉണ്ടാവാതെ ഒരു കുഴപ്പമുണ്ടാവാതെ നമ്മൾ ആ പ്രോഗ്രാം നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. എല്ലാ രക്ഷിതാക്കളെ മുഖത്തും പുഞ്ചിരി ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ വേദന അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതെ, തീർച്ചയായും ഒരു വല്ലാത്ത അവസ്ഥയാണ്. അത് ഇരിക്കണേ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അതാണ് ഒരു മാനേജിംഗ് ട്രസ്റ്റി എന്നല്ല, പ്രഭ ഒരു അമ്മ കൂടിയാണ്. അപ്പൊ ആ അമ്മമാരുടെ മുഖത്തുള്ള ചിരിനേക്കാൾ അവരുടെ മനസ്സിലെ വേദന. തീർച്ചയായിട്ടും. ഇപ്പോൾ മറ്റേ നമ്മുടെ ഒരു കുട്ടി ഇപ്പോൾ ലാസ്റ്റ് ഒരു അജ്മൽ കണ്ടിട്ടുണ്ടാവും, ഭാര്യ കൊടുക്കണ്ടാവും ഉയരത്തിലൊരു ഹൈറ്റുള്ള കുട്ടി. ആ ഹൈറ്റുള്ള കുട്ടി അവൻ്റെ ഉമ്മ അതേപോലെ കുറേ സ്ഥാപനങ്ങളിൽ പോയി അവൻ്റെ ആ കുട്ടീനെയും കൊണ്ട്. അവർക്ക് വേറെ ആരുമില്ല, ഈ കുട്ടി മാത്രമേ ഉള്ളൂ. ഉമ്മക്ക് തന്നെ വലിയ ഇതുള്ള ഒരാളല്ല അമ്മ. അങ്ങനെ പണിക്ക് അവിടെയും ഇവിടെയും വീട് പണിക്കൊക്കെ പോയിട്ട് പോണ ആളാണ്. അപ്പോൾ ആ ഉമ്മൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു ബഡ്സ് സ്കൂളിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്കിവിടെ കുട്ടീനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുവന്നോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു അമ്മയാണ്. ഞാൻ ഇത്ര പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ ഒരു അമ്മയാണ്. എൻ്റെ കുട്ടീനെ വെച്ച് ഞാനൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ആ കുട്ടീനെ കൊണ്ടുവരണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര വേദന ഉണ്ടാവും. നിങ്ങളുടെ കുട്ടീനെ കൊണ്ടുവരണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു കുട്ടിയോട് ഞാനിവിടെ കൊണ്ടുവരണ്ട എന്ന് പറയില്ല. ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം, ഒരു ഫീസും കൊടുക്കാം. പ്രഭനെ സംബന്ധിച്ചിടത്തോളം പ്രഭക്കും ഇങ്ങനെ ഒരു പ്രയാസമുള്ള ഒരു കുട്ടി ഉള്ളത് കൊണ്ട് ആ മറ്റു അമ്മമാരുടെ ആ വിഷമം ഉൾക്കൊള്ളാൻ പ്രഭക്ക് നന്നായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ഥാപനത്തിൽ ചെന്ന് എൻ്റെ കുട്ടീനെ കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അങ്ങനെയുള്ള ആളാണ് ഇതുകൊണ്ട് വരണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര വിഷമം ഉണ്ടാവും. അതാണ് ഞാൻ ആ അമ്മയിൽ കണ്ടത്. ആ അമ്മ പറയുകയാണ് എന്നോട് കൊണ്ടുവരണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കുട്ടീനെയും ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഏത് കുട്ടീനെ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാം, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ നോക്കും, നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ അത് ചെയ്യും. അതിന് ഞാൻ ഒരു ഫീസും ഇവിടെ ഈടാക്കണില്ല. ഉച്ചഭക്ഷണം കൊടുക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ കുട്ടീനെ ഞാൻ സംരക്ഷിക്കും. ആ അമ്മയ്ക്കൊരു റെസ്റ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഈ അമ്മമാർ നമ്മുടെ അടുത്താക്കുമ്പോൾ നമ്മുടെ കുട്ടീനെ നോക്കുമ്പോൾ നമ്മൾ ഈ 45 കുട്ടീനെയും നോക്കുന്നുണ്ട്. ആ അമ്മമാർക്ക് ജോലിക്ക് പോവാം, മരിച്ച വീട്ടിൽ പോവാം, എന്തെല്ലാം കാര്യങ്ങൾക്ക് പോവാം. അവർക്കൊരു സഹായമാവണം. ഇതാണ് ഉണർവ് പ്രവർത്തിക്കുന്നത്. എല്ലാ അമ്മമാർക്കും ഒരു സഹായമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നു. നമുക്കൊരു ഫീസും തരണ്ട. നമുക്ക് ഫീസ് എത്ര തന്നാലും നമ്മുടെ കുട്ടികളെ 100% മാറ്റാൻ കഴിയില്ല. അതായത് അമ്മമാരും മനസ്സിലാക്കിയാൽ അവരുടെ കാര്യത്തിനാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കുക. ഉണർവ് എക്കാലത്തും ഉണർന്നു തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് അനുഗ്രഹം ഉണ്ടാകും. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ദിവസം ഈ ഉണർവിലെ കുട്ടികളോടൊപ്പം പങ്കിടാൻ പ്രഭയായിട്ട് സംസാരിക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു.